Assalamualaikum friends and once again welcome back to Arif Home Cooking and Vlogs. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. കൂട്ടുകാരെ, നമ്മൾ എല്ലാവരും മിക്സി ഉപയോഗിക്കാറുണ്ടല്ലേ? എല്ലാ ദിവസവും നമ്മൾ മിക്സി ഉപയോഗിക്കാറുണ്ട്. അപ്പം മിക്സി ദീർഘകാലം കേടുകൂടാതിരിക്കാനുള്ള കുറച്ച് ടിപ്സ് ഒക്കെ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബും ചെയ്ത് കൂടെ വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടേക്കണേ. എന്നാലാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ ജാറ് ഞാൻ അധികം ഉപയോഗിക്കാത്ത ഒരു ജാറാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കംപ്ലൈന്റ് വരാൻ സാധ്യതയുണ്ട്. നമ്മൾ ഉപയോഗിക്കാതെ വച്ചിരുന്നാല് ഇതിന്റെ ബ്ലേഡൊക്കെ കറങ്ങാത്ത ഒരു അവസ്ഥയിലേക്ക് പോകും. അപ്പൊ അതുകൊണ്ട് ആ ഒരു കംപ്ലൈന്റ് വരാതിരിക്കാനാണ് നമ്മളിപ്പോ ഈ ടിപ്പ് കാണിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കാണ്ട് വച്ചിരുന്നത് കൊണ്ട് തന്നെ ഇതിനകത്ത് നല്ല പൊടിയൊക്കെ ഉണ്ട്. അപ്പൊ ആ പൊടിയൊക്കെ ഞാനൊരു ചെറുതായിട്ടൊന്ന് നനഞ്ഞ തുണി കൊണ്ടൊന്ന് തുടച്ചു മാറ്റിയിട്ടുണ്ട്. ഈ ജാറിന്റെ ബ്ലേഡ് കുറച്ച് ടൈറ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ കംപ്ലൈന്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്തായാലും കടയിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ കംപ്ലീറ്റ് ആയിട്ട് ഇത് മാറ്റണമെന്നൊക്കെ പറയും. അപ്പൊ നമുക്ക് അത് ഒഴിവാക്കാം. ആദ്യം നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. ഇതുപോലെ ഒരു സ്പൂൺ എടുക്കുക, നല്ല കുഴിയുള്ള ഒരു കരണ്ടി എടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇതുപോലെ അടുപ്പിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. എണ്ണ ഇതുപോലെ ചൂടാക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് മാത്രം ചെയ്യണം. സ്പൂണ് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി കേട്ടോ. അപ്പൊ തന്നെ എണ്ണയും ചൂടായിക്കോളും. എന്നിട്ട് നമ്മൾ ആ ചെറു ചൂടോടെ തന്നെ ഈ ബ്ലേഡിലേക്ക് നമുക്ക് ഈ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ചൂട് മാറിയെന്ന് നമുക്ക് ബോധ്യമായാൽ നമുക്ക് ഇതുപോലെ കൈകൊണ്ട് ഈ ബ്ലേഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് കറക്കി കൊടുക്കുക. അപ്പോഴേക്കും ഇത് നന്നായിട്ട് തന്നെ ഈ ബ്ലേഡ് ലൂസായി വരുന്നതാണ്. അതിനുശേഷം ഒരു ഉണങ്ങിയ തുണി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ തുടച്ചു കൊടുക്കാം. മിക്സിയുടെ ഉൾവശം തുടച്ചതുപോലെ തന്നെ കൈപ്പിടിയും പുറം ഭാഗവും ഒക്കെ നന്നായിട്ട് തന്നെ തുടച്ച് വൃത്തിയാക്കി വെക്കാം. അപ്പൊ നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിൽ ഇതുപോലത്തെ ജാറ് കറങ്ങാതെ ബ്ലേഡ് കറങ്ങാണ്ടിരിക്കുകയാണെങ്കിൽ ഈ ടിപ്പ് ഒന്ന് ചെയ്തു നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ടിപ്പ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് മിക്സി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നതാണ് അടുത്ത് കാണിക്കാൻ പോകുന്നത്. നമ്മളിവിടെ വിനാഗിരിയോ അങ്ങനത്തെ ഒരു സാധനങ്ങളും എടുത്തിട്ടില്ല. വെറും കോൾഗേറ്റ് മാത്രമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കാത്ത ബ്രഷൊക്കെ കാണില്ലേ നമ്മളെ വീട്ടിലെ? അപ്പം നമ്മൾ ഉപയോഗിക്കാത്തൊരു ബ്രഷ് എടുക്കുക. അതിലേക്ക് ഒരല്പം കോൾഗേറ്റ് ഇതുപോലെ പുരട്ടി കൊടുക്കുക. എന്നിട്ട് ചെറിയൊരു ബൗളിലേക്ക് കുറച്ച് വെള്ളവും കൂടി എടുക്കുക. ശേഷം നമുക്ക് ഇതിനെ മിക്സിന്റെ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം. ഇതുപോലെ ബ്രഷ് ഉപയോഗിച്ച് തന്നെ ഉരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലൊരു തുണി വെച്ചിട്ട് നന്നായിട്ട് തന്നെ തുടച്ചു മാറ്റാം. ഒരു ഭാഗവും വിട്ടുപോകാതെ തന്നെ നമ്മൾ ഇത് നന്നായിട്ട് തുടച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വയറെല്ലാം നമ്മൾ ഇതുപോലെ ഈ ഒരു തുണി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തുടച്ചു മാറ്റിയിട്ടുണ്ട്. ഇതിന്റെ അടിഭാഗത്തൊക്കെ നമ്മൾ ബ്രഷ് കൊണ്ടാണ് ക്ലീൻ ചെയ്യുന്നത്. കാരണം തുണി കൊണ്ട് ഇവിടെ ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല. ബ്രഷ് കൊണ്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുക്കാം. അപ്പോൾ നനവില്ലാത്ത ബ്രഷ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമ്മൾ ഒരു കാര്യം കൂടി ഇതിലോട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലെ വാസലൈൻ ഉണ്ടാവും. നമ്മളപ്പോൾ അതിന്ന് ഒരു സ്വല്പം വാസലൈൻ എടുത്തതിന് ശേഷം ഈ മിക്സിന്റെ അവിടെ ആയിട്ട് ഒന്ന് വെച്ചു കൊടുക്കുക. എന്നിട്ട് തുണി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് എല്ലാ ഭാഗവും ഒന്ന് തുടച്ചെടുക്കുക. അപ്പോഴേക്കും നല്ല ഭംഗിയായിട്ടിരിക്കും. നമ്മളെ മിക്സി നല്ല പുത്തനായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. കൂട്ടുകാരെ, ഇപ്പൊ നോക്കിക്കേ, നല്ല ഭംഗിയായിട്ടിരിക്കുന്നില്ലേ നമ്മുടെ മിക്സി? അപ്പോൾ ഇതൊന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാലും ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അതുപോലെ തന്നെ കൂട്ടുകാരെ, നമ്മൾ മിക്സി ക്ലീൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ജ്യൂസൊക്കെ അടിക്കുമ്പോഴോ ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം പോയി എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ മിക്സി കുറച്ച് സമയം വെയിലത്തേക്ക് കൊണ്ടുവയ്ക്കുന്നത് നല്ലത് തന്നെയാണ്. നമ്മുടെ ഈ ക്ലീനിങ്ങിൽ ഇതിനകത്ത് എന്തായാലും വെള്ളമൊന്നും പോയിട്ടില്ല. കൂട്ടുകാരെ, നമ്മുടെ മിക്സി എത്ര വില കൂടിയതായാലും നമ്മൾ നല്ലതുപോലെ ഉപയോഗിച്ചില്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കേടായി പോകും. അപ്പൊ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ പറയുന്നത് മിക്സിയുടെ ലൈഫ് ടൈം കൂട്ടുന്നതിനുള്ള ഒരു ടിപ്പാണ്. നമ്മൾ അരി അരയ്ക്കുമ്പോഴും ഉഴുന്നരയ്ക്കുമ്പോഴും ഒക്കെ നമ്മൾ ആദ്യം ഒന്ന് മിക്സി ഒന്ന് പൾസ് ചെയ്യുക. എന്നിട്ട് ഒന്ന് മീഡിയം, ഹൈ അങ്ങനെയാണ് നമ്മൾ അരയ്ക്കേണ്ടത്. ഒറ്റയടിക്ക് തന്നെ നമ്മൾ ഹൈയിലിട്ട് മിക്സി പ്രവർത്തിപ്പിക്കാനായിട്ട് പാടില്ല.
അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മിക്സിക്കകത്തുള്ള ബാഡ് സ്മെല്ലൊക്കെ പോവാനായിട്ട്. അതായത് ഇപ്പം നമ്മൾ ചിക്കൻ ഫ്രൈക്കുള്ള മസാല ഒക്കെ നമ്മൾ അരച്ചെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും മസാല നമുക്ക് അരച്ചതിന് ശേഷം തേങ്ങ അരച്ചിട്ട് അതിൻ്റെ പാലെടുക്കേണ്ടി വരികയോ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സ്വീറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാർ ഉപയോഗിക്കേണ്ടി വരികയോ ഒക്കെ ചെയ്യുമ്പോഴേക്ക് അതിൻ്റെ ആ ഒരു സ്മെല്ല് നമുക്ക് ഈ ഒരു നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനത്തിലേക്ക് വരും. അപ്പം അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ ഒരു ചിരട്ട കൊണ്ടുള്ളൊരു ടിപ്പാണ് കാണിക്കുന്നത്. ഒരു ചിരട്ട ഫുള്ളായിട്ട് നമുക്ക് ആവശ്യമില്ല. ചിരട്ട 2-3 പീസാക്കി പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ ഒരു ചെറിയ പീസ് നമുക്ക് ഇതുപോലെ ഒന്ന് കത്തിച്ചെടുക്കാം. ഇതിന് പുക നന്നായിട്ട് വരണം, ആ ഒരു രീതിയിൽ നമുക്ക് ഇതിനെ കത്തിച്ചെടുക്കാം. ശേഷം നമുക്ക് മിക്സിയുടെ ജാറിനകത്തേക്ക് ഇതുപോലെ വെച്ചു കൊടുക്കാം. എന്നതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇതിൻ്റെ പുക ഇതിനകത്ത് അങ്ങനെ കുറച്ച് സമയം നിൽക്കുന്നതാണ്. പിന്നെ അതിനുശേഷം നമുക്ക് ഈ ചിരട്ട കത്തിച്ച ചിരട്ട എടുത്ത് കളയാവുന്നതാണ്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ പോയി കിട്ടും. ഇതും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മിക്സി ഓണാക്കി വെച്ചുകൊണ്ട് ഇങ്ങനത്തെ ഒരു പരിപാടിയും ചെയ്യാതിരിക്കുക. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്ന അടുത്ത ടിപ്പ് എന്താണെന്ന് പറഞ്ഞാൽ, മിക്സിൻ്റെ അടിഭാഗത്തൊക്കെ ഇതുപോലത്തെ ചെറിയ ചെറിയ ഹോളൊക്കെ കാണത്തില്ലേ, അപ്പം അതുവഴി ഉറുമ്പുകൾ, പല്ലി കയറത്തില്ല, പാറ്റ, അങ്ങനത്തെ ചെറിയ ചെറിയ പ്രാണികളൊക്കെ കയറാറുണ്ട്. അപ്പോൾ അവയൊക്കെ കയറാതിരിക്കാനായിട്ട് നമ്മൾ മിക്സി വെക്കുന്നതിൻ്റെ അടിവശത്ത് ഇതുപോലെ നമ്മൾ കുറച്ച് പൗഡർ ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നതിന് ശേഷം നമുക്ക് അവിടെ മിക്സി വെച്ച് കൊടുക്കാം. ശേഷം ചുറ്റുഭാഗവും ഇതുപോലെ ഒന്ന് നന്നായിട്ട് തന്നെ തുടച്ച് മാറ്റിക്കളയുക. അല്ലെങ്കിൽ പിന്നെ ഒരു വൃത്തിയേട് പോലെ ഇതിൻ്റെ പുറമെ ഇങ്ങനെ ആ ഒരു ടൈലിലൊക്കെ ഇങ്ങനെ കിടക്കുന്ന കാണാം പൗഡർ. അപ്പോൾ അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മിക്സിൻ്റെ അടിഭാഗത്ത് മാത്രം ഇതുപോലെ പൗഡർ ഇട്ട് കൊടുത്താൽ മതി. കൂട്ടുകാരെ, ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതൊന്നും ഇനി ഈ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടില്ല. അപ്പോൾ മിക്സിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ടിപ്പുകളും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ്. അടുത്ത് നമ്മൾ വേറൊരു ടിപ്പും കൂടെ കാണിക്കുകയാണ്. നമ്മൾ കടയിൽ നിന്ന് ഇതുപോലൊരു ബ്രഷ് വാങ്ങിച്ചിട്ടുണ്ട്. കുപ്പിയൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന ഒരു ബ്രഷാണ് കേട്ടോ വാങ്ങിയത്. സാധാരണഗതിയിൽ ഇതിൻ്റെ ഈ അറ്റത്തായിട്ട് ഇതുപോലൊരു സ്പോഞ്ച് വരേണ്ടതാണ്. പക്ഷേ ഈ ബ്രഷിൽ എന്തോന്ന് അറിയില്ല, അത് വന്നിട്ടില്ല. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് നമുക്ക് അങ്ങനെ ഒരു സ്പോഞ്ച് നമുക്ക് വച്ചാലോ ഒന്ന്. അങ്ങനെ ഞാൻ ഇതുപോലത്തെ ഒരു ചെറിയ പീസ് സ്പോഞ്ച് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഈ കമ്പിമേൽ കൊരുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് കുപ്പിയൊക്കെ നന്നായിട്ട് ഈസിയായിട്ട് തന്നെ കഴുകാനായിട്ട് പറ്റും. ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് വിശ്വസിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇത് ഇളകിപ്പോയതായിരിക്കും എന്നാണ്, അല്ലാണ്ട് ഇങ്ങനെ ഒരിക്കലും ഒരു ബ്രഷ് വരത്തില്ല. ഇന്ന് മോനിത് മേടിച്ചിട്ട് വന്നതാണ് രാവിലെ. അപ്പോൾ ഇങ്ങനെ കിട്ടിയതുകൊണ്ട് ഞാൻ വെറുതെ ഒന്ന് ഇത് വീഡിയോ ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കൂട്ടുകാരെ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. ഇത്രയും സമയം എൻ്റെ വീഡിയോ കണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ.